ഇന്നത്തെ വീഡിയോ ഭൗതിക പരിണാമത്തെക്കുറിച്ച്. പരിണാമത്തെ 3 ഭാഗങ്ങളാക്കി തിരിക്കാം. 1 ഭൗതിക പരിണാമം, 2 രാസപരിണാമം, 3 ജീവപരിണാമം. ആദ്യം ഭൗതിക പരിണാമത്തെക്കുറിച്ച് പറയാം. പരിണാമം സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങുന്നു. സിംഗുലാരിറ്റി എന്നാൽ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാലുള്ള അവസ്ഥ. സിംഗുലാരിറ്റി തണുക്കാൻ തുടങ്ങുന്നു. അതിശീത താപനിലയിലേക്ക്. തണുപ്പിന് കൂടാൻ പറ്റുന്നതിൻ്റെ അവസാനത്തെ പോയിന്റിലെത്തുമ്പോൾ മാറ്റത്തിന് വിധേയമായി ചലനം ആരംഭിക്കാൻ തുടങ്ങുന്നു. ചലനം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ താപനില ഉയരാൻ തുടങ്ങുന്നു. താപനില ഉയരാൻ പറ്റുന്നതിൻ്റെ അവസാനത്തെ പോയിന്റിലെത്തുമ്പോൾ ഒരു മഹാവിസ്ഫോടനത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച പരിസരത്ത് ഊർജവും സ്ഥലവും സമയവും ഉണ്ടാകുന്നു. ഊർജത്തിൽ നിന്ന് പദാർത്ഥ കണങ്ങളും ബലവാഹക കണങ്ങളും ഉണ്ടാകുന്നു. പദാർത്ഥ കണങ്ങൾ കണവും പ്രതികണവുമായി മാറുന്നു. കൂടാതെ കണമായും ഊർജമായും മാറുന്നു. പദാർത്ഥ കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ക്വാക്കുകൾ എന്നിവ സ്വതന്ത്രമായി നിലനിൽക്കുന്നു. 4 തരം ബലകണങ്ങളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്: സശക്ത ബലം, വൈദ്യുതകാന്തിക ബലം, അശക്ത ബലം, ഗുരുത്വാകർഷണ ബലം. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സശക്ത ബലം കൂട്ടിച്ചേർത്ത് ആറ്റം ന്യൂക്ലിയസുകൾ നിർമ്മിക്കുന്നു. വൈദ്യുതകാന്തിക ബലം ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും കൂട്ടിച്ചേർത്ത് ഹൈഡ്രജൻ ആറ്റം നിർമ്മിക്കുന്നു. അശക്ത ബലം ഹൈഡ്രജൻ്റെ 4 ആറ്റം ന്യൂക്ലിയസുകളെ കൂട്ടിച്ചേർത്ത് ഹീലിയം ആറ്റം നിർമ്മിക്കുന്നു. ആകർഷണ ബലം ഹൈഡ്രജനെയും ഹീലിയത്തെയും നിരന്തരമായ കൂട്ടിച്ചേർക്കലിലൂടെ നക്ഷത്രങ്ങൾ നിർമ്മിക്കുന്നു. മുമ്പ് പ്രപഞ്ചത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നു. ഇപ്പോൾ നക്ഷത്രങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതിലൂടെ വലിയ മൂലകങ്ങൾ ഉണ്ടാകുന്നു. നക്ഷത്രങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതിലൂടെ താപനില ഉയരുമ്പോൾ പുറത്തു നിന്നുള്ള ഞെരുക്കവും അകത്തു നിന്നുള്ള തള്ളലും കാരണം നക്ഷത്രങ്ങൾ സ്റ്റഡിയായി നിന്ന് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച പരിസരത്തെ ആറ്റം ന്യൂക്ലിയസുകളെ ആകർഷണബലം വീണ്ടും കൂട്ടിച്ചേർത്ത് നക്ഷത്രങ്ങൾ നിർമ്മിക്കുന്നു. സൂര്യനേക്കാൾ 15-20 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളിൽ ഇരുമ്പിലെത്തുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നിൽക്കുന്നു. അകത്തു നിന്നും ഊർജമില്ലാത്ത അവസ്ഥ. ഗുരുത്വാകർഷണ ബലകണികളുടെ പുറത്തു നിന്നുള്ള ഞെരുക്കത്തെ ബാലൻസ് ചെയ്യാൻ അകത്തു നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥ. നക്ഷത്രങ്ങൾ സ്വന്തം ഗ്രാവിറ്റി കാരണം അകത്തേക്ക് ഞെരിയാൻ തുടങ്ങുമ്പോൾ ആ പോയ ഫോഴ്സിൽ ഭയങ്കരമായ ഒരു പൊട്ടിത്തെറി നടക്കുന്നു. അതാണ് സൂപ്പർനോവ സ്ഫോടനം. സൂപ്പർനോവ സ്ഫോടനത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മൂലകങ്ങളും ഉണ്ടായത്. ഇങ്ങനെയുണ്ടായ 3rd ജനറേഷൻ സൂപ്പർനോവ സ്ഫോടനത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനും ഭൂമിയും ഗ്രഹങ്ങളുമെല്ലാം ഉണ്ടായത്. പിന്നെ ഭൂമി ധൂളീപടലാവസ്ഥയിലേക്കും മാഗ്മാവസ്ഥയിലേക്കും ഖരാവസ്ഥയിലേക്കും മാറുന്നു. താങ്ക് യു.